നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 1 മുതൽ ജൂൺ 15 വരെയുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ പൂയം നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സുഖകരവും ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫലം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇത് പൂയം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും ഈ ഫലം സ്വീകരിക്കാവുന്നതാണ്. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന പദവിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ധനനഷ്ടം, മാനഹാനി ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കൂടാതെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങൾ പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ അകന്നു പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചില ആളുകളോടുള്ള നിങ്ങളുടെ സമീപനം വളരെ മോശകരമായിട്ടുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്തൊക്കെ വേണ്ടത്ര പുരോഗതി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. താരകാസ്ഥിതി വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ പൂയം നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷ ബന്ധമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം അപമാനം ഉണ്ടാകാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സം നേരിടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് വളരെ മോശം സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് ആത്മീയതയിലൊക്കെ അഭയം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ഈശ്വര അനുഗ്രഹം ഉണ്ടാകാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വിവാഹമാകാതിരുന്നവർ വിവാഹകാര്യമൊക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഈ പൂയം നക്ഷത്രക്കാര് ജൂൺ 1 മുതൽ 15 വരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. കാരണം ശത്രുശല്യമൊക്കെ വളരെയധികം കൂടുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ വഴി കേൾക്കേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ്. വളരെ മോശം സമയത്തിലൂടെയാണ് പൂയം നക്ഷത്രക്കാര് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകമായിട്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാം നഷ്ടത്തിൽ കലാശിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഈ സമയത്ത് വളരെ നല്ലത്. ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുക. അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങളെ കൊണ്ടുചെന്ന് ജയിൽവാസത്തിലൊക്കെ എത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗം വളരെ കുറയ്ക്കേണ്ടതാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് അകലുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ പൂയം നക്ഷത്രക്കാർക്ക് താരകാസ്ഥിതി വളരെ മോശമായിട്ട് നിൽക്കുന്ന സമയമാണ്. എന്ത് ചെയ്താലും ദോഷമായിട്ട് ഭവിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് അതിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യുക. പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. കൂടാതെ നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ കുറച്ച് ദോഷങ്ങൾ മാറുന്നതാണ്. സംസാരിക്കുമ്പോൾ ഒന്നിലധികം തവണ ആലോചിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പൂയം നക്ഷത്രക്കാര് ഈ ജൂൺ 1 മുതൽ 15 വരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സഹജീവികളോടൊക്കെ കരുണ കാണിച്ച് മുന്നോട്ട് പോവുക. ഇത് പൂയം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.